പാർവതി. നമുക്കൊക്കെ ബേസിക്കലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല റീസൈക്കിളിങ്. നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പല രീതിയിലും റീയൂസ് ചെയ്യാം. അതുപോലെ തന്നെ റീസൈക്കിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് യൂസ് ചെയ്യുക. ഈ വൺ ടൈം യൂസ് പ്ലാസ്റ്റിക്സ് ഇല്ലേ, ഇപ്പോൾ യൂസ് ആൻഡ് ത്രോ പരിപാടി, ആ പരിപാടി അവോയ്ഡ് ചെയ്യുക പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ്. കാരണം നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇന്ന് ഉപയോഗിച്ചു അവിടെ ഇട്ടിട്ട് പോകും, പക്ഷെ ആ പ്ലാസ്റ്റിക് ഇന്നും പോകത്തില്ല, പാടുള്ള കാര്യം. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പ്ലാസ്റ്റിക്കിൽ നിന്ന് ഒരു ബോക്സ് നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഉണ്ടാക്കിയ പേപ്പർ മേലെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് പറയൂ. നല്ലതായിരുന്നു. കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കാനും അതോടെ നമുക്ക് എൻഗേജ്ഡ് ആവാനൊക്കെ സാധിച്ചു. പുതിയൊരു പ്ലേസ്, കുറെ കുഞ്ഞുങ്ങളെ കാണാൻ സാധിച്ചു, അവിടെ ഇടപെടാൻ സാധിച്ചു. നല്ലതായിരുന്നു, നല്ലൊരു സെഷനായിരുന്നു. ഇങ്ങനെ സെഷൻ കണ്ടക്ട് ചെയ്ത ശ്രേയക്ക് താങ്ക് യു. നീ പറയൂ എങ്ങനെയുണ്ടായിരുന്നു? പിള്ളേര് വൈബായിരുന്നു വെച്ചാൽ കുറച്ച് വൈബായിരുന്നു, കുറച്ച് അലമ്പായിരുന്നു, എന്നാലും കൊള്ളായിരുന്നു അല്ലേ? സൂപ്പർ അല്ലായിരുന്നു പിള്ളേര്. എടാ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. അല്ലേ? നല്ലൊരു വൈബ് അല്ലായിരുന്നോ? എല്ലാവരും പിള്ളേരും അവരുടെ ആ ഒരു സന്തോഷവും ഒക്കെ ഒന്ന് കാണാനും പറ്റി.